ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തീൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് വെച്ചിട്ട് റെഡിയാക്കി നോക്കുന്നത്. നന്നായിട്ട് സക്സസ് ആയിട്ട് കിട്ടി. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ മന്തി റെഡിയാക്കി നോക്ക്. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പം ഇതിൻ്റെ റൈസിനൊക്കെ നല്ല ബീഫിൻ്റെ ഫ്ലേവർ ഉണ്ട്. അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു ചെറുനാരങ്ങയും പിന്നെ ഇതുപോലെ ഒരു ചെറിയ ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഇതുപോലെ സ്മോൾ സൈസായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് 2 മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തതാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം, എന്നാൽ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഇതാ ഞാൻ ഈ ഒരു അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് ബാക്കി പൊടികൾ ഇടണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അങ്ങനെ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകം തീർന്നതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ പൊടിച്ച ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ മന്തി മസാലയും ഇതുപോലെ 1.5 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചതും മല്ലിയിലയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഫുള്ളായിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് കുറച്ചും കൂടി പൊടികൾ ആവശ്യമുണ്ടെന്ന് തോന്നി, ബിക്കോസ് വെജിറ്റബിൾസൊക്കെ ചേർത്തതല്ലേ. അപ്പം ഞാൻ വീണ്ടും 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേ ലീഫ്, ഇതുപോലെ 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, പിന്നെ കുറച്ച് സിനമൺ, പിന്നെ ഒരു ഡ്രൈ ലെമണും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് 5-6 വിസിലടുപ്പിച്ചിട്ട് വേവിപ്പിക്കണം. ഓരോ കുക്കർ അനുസരിച്ച് ഡിഫറെൻ്റ് വരും, അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയുന്നില്ല. വിസിൽ ഇത് വെന്ത് കിട്ടുന്നത് വരെ വിസിലടിച്ച് വേവിപ്പിച്ച് എടുത്താൽ മതി. പിന്നെ ഇതിൽ നിന്ന് ഞാൻ ബീഫിൻ്റെ പീസസ് ഇതുപോലെ വേറൊരു ഫ്രൈങ് പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഗ്രേവി. ഇനി ഞാൻ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം എടുക്കുക. അതിൽ നമുക്ക് കിട്ടിയ ഗ്രേവീൻ്റെ അളവ് കുറച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ബോയിലായിട്ട് വരട്ടെ. ആ സമയം ഇതുപോലെ ബീഫ് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബോയിലായിട്ട് വന്നാൽ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ റെഡിയായിട്ട് കിട്ടും, വെന്ത് കിട്ടും. ബീഫൊക്കെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു റൈസാണ്. ബീഫിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ഗ്രേവിയിൽ കുക്ക് ചെയ്തെടുത്തതുകൊണ്ട്. ഇനി ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ ഇതുപോലെ കുറച്ച് കനലെടുത്തിട്ട് കുറച്ച് ഓയിലെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഞാനിതിന് സൈഡായിട്ട് മയോണൈസും പിന്നെ സാലഡുമാണ് റെഡിയാക്കിയത്. അപ്പം ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്.
അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.